ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യം നമ്മുടെ ക്ഷീണിച്ച് മെല്ലിച്ച അവൻ്റെ അടുത്ത് പോകും. അവനൊരു പേരിട്ടിട്ടില്ല. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പേരുകളുണ്ടെങ്കിൽ പറയാം. പാവം, അവന് ഭക്ഷണത്തെക്കാളുപരി സ്നേഹമുണ്ട്. എത്ര അവശനായിരുന്നിട്ടും അവന് ഫുഡ് കൊടുത്താൽ അവൻ നമ്മളുടെ കണ്ണുകളിലേക്ക് നോക്കി സ്നേഹമൊക്കെ പ്രകടിപ്പിച്ചതിന് ശേഷമാണ് ആ ഫുഡ് കഴിക്കുക. എന്നാലും ഇടയ്ക്കിടയ്ക്ക് അവനങ്ങനെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, പോയോ ഇല്ലയോ എന്ന്. തൽക്കാലം അവൻ നിൽക്കുന്ന ഒരു പരിസരത്ത് ഒരു വീടുണ്ട്. അവനവിടെ ഇപ്പോൾ 2 ദിവസമായിട്ട് ആ വീടിൻ്റെ പരിസരത്ത് ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. അവരെന്തോ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പാവം, ആ വീട്ടുകാരെന്തെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു. അവന് രക്ഷപ്പെടട്ടെ. അവൻ വന്നിട്ട് കുറേ ദിവസമായി. ഒരു തുള്ളി വെള്ളം പോലും ഭക്ഷണം കിട്ടാതെ ഈ കോലത്തിലായ. പിന്നെ നമ്മുടെ അതേ കുഞ്ഞിപ്പെണ്ണ്, അവളെ വന്ധീകരിക്കേണ്ട ഡേറ്റ് നമുക്ക് നാളെയാണ്. എല്ലാവരും സഹായിക്കുക, സഹകരിക്കുക. നമുക്ക് കുറച്ച് തുകയേ ആയിട്ടുള്ളൂ. നല്ല മിടുക്കത്തി കേട്ടാ. ക്ഷീണമൊക്കെ മാറി, ഭക്ഷണമൊക്കെ കഴിച്ചതോടുകൂടി അവളുടെ ക്ഷീണമൊക്കെ മാറി. അവൾക്കെന്തോ രോഗം വന്നതാണ്. ഇപ്പോൾ മിടുക്കിയായിട്ടിരിക്കുന്നു. പിന്നെ കൂടാതെ നമ്മൾ ഡെയിലി അവൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ടല്ലോ, അതിൻ്റെ വ്യത്യാസം അവൾക്ക് കാണാനുണ്ട്. നമ്മുടെ കേശുമോൻ ഓടി ഓടി വേണം. കൂട്ടുകാരെ, നമ്മുടെ കേശുമോൻ ഇപ്പോൾ വലിയ ഗമയൊക്കെ ഉണ്ട്. എന്നെ കണ്ടുമ്പോൾ അവൻ ഓടി വരും. പക്ഷേ ഭക്ഷണം വേണ്ട, എപ്പോഴും വയറ് നിറഞ്ഞിരിക്കുന്നത്. അസുഖമെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ പഴയ ആൾക്കാർ തന്നെ അവന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാലും അവനെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അവനെപ്പോഴും സ്കിൻ ഡിസീസസ് ഉള്ള ഒരാളാണ്. കൂട്ടുകാരെ, നമ്മുടെ റോസ് ഇവിടെ നിൽക്കുന്നുണ്ട്. റോസ് കുട്ടിക്ക് വീടൊക്കെ ഉണ്ട്, മിടുക്കത്തിയായിട്ട് നിൽക്കുന്നു. എന്നിട്ട് എന്നാലും റോസ് കുട്ടി എൻ്റെ ബിസ്ക്കറ്റ് അല്ല പെഡിഗ്രിക്ക് വേണ്ടി കാത്തിക്കും. കഴിച്ചോ. റോസ്കുട്ടിക്ക് വീടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ മിടുക്കത്തിയാണ് റോസ്കുട്ടി. എന്നാലും റോസ്കുട്ടി എൻ്റെ വഴി പോകുമ്പോൾ വണ്ടി തടയും അല്ലേ റോസുവാ? ഞാൻ പോട്ടെ റോസു. മിടുക്കിയായിട്ടിരിക്കണോ റോസ്. പിന്നെ നമ്മുടെ റോസ് മോള് വലിയ പണക്കാരിയൊക്കെ ആയിട്ടോ. വലിയ വീടൊക്കെയാണ് റോസിന് കിട്ടിയേക്കണേ. വലിയ കാറും വീടും ഒക്കെ ഉണ്ട്, വണ്ടിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ് നമ്മുടെ റോസു. എന്നാലും റോസിന് ഗമയൊന്നും ഇല്ല കേട്ടോ. കൂട്ടുകാരെ, നമ്മുടെ കുഞ്ഞൻ്റെ ബ്രദറാണ് ഈ താറാവ്. കുഞ്ഞനും ഈ താറാവ് ഒരുപോലെയാണ് ഇരിക്കുന്നത്. അവൻ ചെറുതിലെ ഇവരുടെ കൂട്ടിൽ തന്നെയായിരുന്നു. രണ്ടുപേരും ഒരേ കളറൊക്കെയാണ്. നമ്മുടെ കുഞ്ഞൻ്റെ കൂട്ടുകാരനാണത്, അപ്പുറത്തെ വീട്ടിലെ. ഇടയ്ക്കിടയ്ക്ക് സന്ദർശനത്തിന് വരുന്നതാണ് കുഞ്ഞിനെ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യുക. നമുക്ക് മഴ പെയ്യുന്ന കാരണം കൊണ്ട് എല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. പിന്നെ നമ്മളുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കാര്യത്തിന് വേണ്ടി എല്ലാവരും സഹകരിക്കുക. മിക്കവാറും മൺഡേ ആണ് പറഞ്ഞിരിക്കുന്നത്, എങ്ങനെയാണെന്ന് അറിയില്ല.